എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSCയിൽ 2025 ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കേരളത്തെ റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കേരളത്തെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് 2025 ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പകുതി ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പാർട്ട് 1 ആയിട്ട് ഇന്നുണ്ടാവും. ഇനി അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഭാരതപ്പുഴ, കോരപ്പുഴ, മീനച്ചിലാറ്, മഞ്ചേശ്വരം പുഴ. ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തെക്കേ അറ്റത്തുള്ള പുഴ ഏതായിരിക്കും? ഏതാണ്? നെയ്യാറാണ് തെക്കേ അറ്റത്ത്. ഏതാണ്? നെയ്യാറാണ് തെക്കേ അറ്റത്തുള്ള പുഴ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ബാലപ്പൂണി കുന്നുകൾ, കാസർഗോഡ് ജില്ലയിലെ ബാലപ്പൂണി കുന്നുകളിൽ നിന്നാണ് മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ തെക്കേ അറ്റത്തുള്ള നെയ്യാറ് ഉത്ഭവിക്കുന്നത് അഗസ്ത്യാർകൂടം. എവിടെ നിന്നാണ്? അഗസ്ത്യാർകൂടത്തിൽ നിന്നാണ് നെയ്യാറ് ഉത്ഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ബേപ്പൂർ കായൽ, ചേറ്റുവ കായൽ, ചിത്താരി കായൽ, വേമ്പനാട്ടു കായൽ. ഏതാണ്? വേമ്പനാട്ടു കായലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ എടുക്കുകയാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാണ്? വേമ്പനാട്ടു കായലാണ്. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 96.5 കിലോമീറ്റർ ആണിത്. വേമ്പനാട്ടു കായലിൻ്റെ നീളം എത്രയാണ്? 96.5 കിലോമീറ്റർ ആണ് വേമ്പനാട്ടു കായലിൻ്റെ നീളം. ഇനി നമുക്ക് നോക്കാം, വേമ്പനാട്ടു കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് എവിടെയൊന്ന് ചെയ്തിട്ടുണ്ട്. വേമ്പനാട്ടു കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ഏതാണ്? വേമ്പനാട്ടു കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലാണിത് വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ വേമ്പനാട്ടു കായലിന്റെ ഭാഗമായിട്ടുള്ള നമുക്ക് പുന്നമടക്കായൽ ഉണ്ടല്ലോ. പുന്നമടക്കായലിൽ ഏത് വള്ളംകളിയാണ് നടക്കുന്നത്? ഏതാണ്? പുന്നമടക്കായൽ. വേമ്പനാട്ടു കായലിന്റെ ഭാഗമാണ് ഏത്? പുന്നമടക്കായൽ. ഏതാണ്? പുന്നമടക്കായൽ. അവിടെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന എവിടെയാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഈ പുന്നമടക്കായലിൽ ആണ്. കൂടാതെ വേമ്പനാട്ടു കായലിന്റെ ഒരു ഭാഗമാണ് ഏത്? കുമരകം പക്ഷി സങ്കേതം. ഏതാണ്? കുമരകം പക്ഷി സങ്കേതം. കുമരകം പക്ഷി സങ്കേതം. അതുപോലെ തന്നെ പാതിരാമണൽ ദ്വീപും. ഏതാണ്? പാതിരാമണൽ ദ്വീപും ഏതിൻ്റെയാണ്? വേമ്പനാട്ടു കായലിന്റെ ഒരു ഭാഗമാണ്. ഇതെല്ലാം നമുക്ക് നോക്കാം. കുമരകം എന്ന് പറയുന്നത് കോട്ടയത്തും, കുമരകം പക്ഷി സങ്കേതം കോട്ടയത്തും, പാതിരാമണൽ ദ്വീപ് ആലപ്പുഴയിലും ആണ്. അപ്പോൾ വേമ്പനാട്ടു കായലിന്റെ എന്തൊക്കെ പഠിച്ചു നമ്മളിപ്പം? ഒന്നാമത്തെ കാര്യം എന്താണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായലാണ്. കൂടാതെ ഇന്ത്യയിലെയും ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ടു കായൽ. ഇത് വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ആണ്. കൂടാതെ വേമ്പനാട്ടു കായലിന്റെ ഭാഗമായിട്ടുള്ള പുന്നമടക്കായലിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? നെഹ്റു ട്രോഫി നടക്കുന്നത്. പിന്നെ വേമ്പനാട്ടു കായലിന്റെ ഭാഗമാണ് കുമരകം പക്ഷി സങ്കേതം. എവിടെയാണ്? കോട്ടയത്തുള്ള കുമരകം പക്ഷി സങ്കേതം. കൂടാതെ പാതിരാമണൽ ദ്വീപ്, ആലപ്പുഴയിലുള്ള പാതിരാമണൽ ദ്വീപും എവിടെയാണ്? വേമ്പനാട്ടു കായലിന്റെ ഭാഗമാണ്. വേമ്പനാട്ടു കായലിന്റെ നീളം എന്ന് പറയുന്നത് 96.5 കിലോമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധ മയൂരിയാണ് കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം. ഓക്കെ, ഇത് 2018 ഏത് വർഷമാണ്? 2018 ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. എന്ത്? കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി ആണെന്ന് 2018 ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇനി ചിത്രശലഭത്തെ സംസ്ഥാന ചിത്രശലഭമായിട്ട് പ്രഖ്യാപിച്ച രണ്ടാമത്തെ, കേരളം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഏതാണ്? ചിത്രശലഭത്തെ സംസ്ഥാന ചിത്രശലഭമായി പ്രഖ്യാപിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് ഏത്? കേരളം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തത് ഏതാണ്? ഒന്നാമത്തത് ആണ് മഹാരാഷ്ട്ര. ഏതാണ്? മഹാരാഷ്ട്രയാണ് ചിത്രശലഭത്തെ സംസ്ഥാന ചിത്രശലഭമായി പ്രഖ്യാപിച്ച ഒന്നാമത്തെ സംസ്ഥാനം. രണ്ടാമത്തതാണ് കേരളം. അടുത്ത ക്വസ്റ്റ്യൻ,
കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? നീണ്ടകരയാണ് ശരിയായിട്ടുള്ള ഉത്തരം. നീണ്ടകര എവിടെയാണ്? കൊല്ലത്താണ്. എന്ത്? നീണ്ടകര. എവിടെയാണ്? കൊല്ലത്താണ് നീണ്ടകര സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? കർഷക ദിനം എന്നാണ്? ചിങ്ങം 1 കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? എവിടെയാണ്? കൊല്ലത്താണ് ഈ ഒരു ഡിജിറ്റൽ കോടതി ആരംഭിച്ചിട്ടുള്ളത്. എവിടെയാണ്? കൊല്ലം. കൊല്ലത്താണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി. എവിടെയാണ്? കൊല്ലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. എന്ത്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. അപ്പൊ നമ്മൾ ഔദ്യോഗിക ചിത്രശലഭം പറഞ്ഞു. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? ഇതിലുള്ളത് കെ കൃഷ്ണൻകുട്ടിയാണ്. 2025 വരെ ഉള്ളത്. ഇപ്പം ഇലക്ഷന് ശേഷം ആരാണ്? സണ്ണി ജോസഫ് ആണ്. ഓക്കെ, ആരാണ്? സണ്ണി ജോസഫ് ആണെന്ത്? കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി. സണ്ണി ജോസഫ്. ഓക്കെ, ആരാണ്? സണ്ണി ജോസഫ് ആണെന്ത്? കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി. നമ്മൾ ഓരോ വകുപ്പ് മന്ത്രിമാരെയും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 3 കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ഏതൊക്കെയാണ്? 1 കബനി. ഏതാണ്? കബനി. രണ്ടാമത്തേത് ഭവാനി. മൂന്നാമത്തെ ഏതാണ്? പാമ്പാർ. ഏതാണ്? പാമ്പാർ. അപ്പം ഈ 3 നദികളാണ് കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ഓക്കെ, ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ഇതെല്ലാം എന്തിന്റെ പോഷക നദികളാണ്? ഏത് നദിയുടെ പോഷക നദിയാണ് ഈ 3 കാവേരി നദിയുടെ പോഷക നദിയാണ് ഈ 3 നദികളും. ഏതാണ്? കാവേരിയുടെ പോഷക നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഇത് 3 കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേവന പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേവന പദ്ധതി ഏതാണ്? ജലസേചന പദ്ധതി ഏതാണ്? കല്ലട, കൊല്ലം. ഏതാണ്? കല്ലട. ഏതാണ് ജില്ല? കൊല്ലത്ത് ഉള്ള കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. കൊല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഏതാണ്? പാലക്കാട് ജില്ലയിലാണ് ഇത് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്? പാലക്കാട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആദ്യം ആരായിരുന്നു? വി അബ്ദുൾ റഹ്മാൻ ആയിരുന്നു ആദ്യത്തെ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി. ഇപ്പൊ ആരാണ്? ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് ആണ്. ആരാണ്? OJ ജനീഷ് ആണ് കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി. ആരാണ്? OJ ജനീഷ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പരീക്ഷിച്ചത് ഈ ഒരു നിയമസഭാ മണ്ഡലത്തിലേക്കാണ്. ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? പറവൂരാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? പറവൂർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ്? കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് ശരിയായിട്ടുള്ള ഉത്തരം. കൂടുതലും ആലപ്പുഴയിലെ ചേർത്തല എന്ന സ്ഥലത്താണ് ഈ ഒരു മണ്ണ് കൂടുതലും സമ്പന്നമായിട്ടുള്ളത്. ചേർത്തല. ഓക്കെ, ഇത് കൂടുതലും ഈ മണ്ണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കളിമൺ വ്യവസായം, ഗ്ലാസ് നിർമ്മാണം എന്നിവയ്ക്കൊക്കെ ഏറ്റവും നല്ല മണ്ണാണ് ഇത് സ്ഫടിക മണൽ എന്ന് പറയുന്നത്. അപ്പം ഏത് ജില്ലയിലാണ് സ്ഫടിക മണൽ സമ്പന്നം? ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് കേട്ടോ. മെയിനായിട്ട് ആലപ്പുഴ ജില്ലയിലാണ് സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം എന്താണ്? പള്ളിവാസലാണ് ശരിയായിട്ടുള്ള ഉത്തരം. എവിടെയാണ് പള്ളിവാസല്? ഇടുക്കി. എവിടെയാണ്? ഇടുക്കിയിലെ പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഈ പള്ളിവാസൽ നിർമ്മിച്ചിരിക്കുന്നത് ഏത് പുഴയിലാണ്? മുതിരപ്പുഴയിലാണ്. ഓക്കെ, ഏതാണ്? മുതിരപ്പുഴ. പള്ളിവാസൽ നിർമ്മിച്ചിരിക്കുന്നത് മുതിരപ്പുഴയിലാണ്. ഈ മുതിരപ്പുഴ എന്ന് പറയുന്നത് പെരിയാറിന്റെ പോഷക നദിയാണ്. ഏത് നദിയുടെയാണ്? പെരിയാറിന്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. അപ്പം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്, ഇടുക്കിയിലെ പള്ളിവാസൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ്. മുതിരപ്പുഴ എന്ന് പറഞ്ഞാൽ പെരിയാർ നദിയുടെ പോഷക നദിയാണ് മുതിരപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34 കായലുകളാണ് കേരളത്തിൽ ആകെ ഉള്ളത്. ഇതിലെ 27 എണ്ണം കടലുമായി ബന്ധമുള്ളതാണ്. കൂടാതെ 7 എണ്ണം എന്താണ്? ശുദ്ധജല തടാകമാണ്. 7 എണ്ണം ശുദ്ധജല തടാകവും അതിൽ ബാക്കി 27 എണ്ണം എന്ന് പറയുന്നത് കടലുമായിട്ട് ബന്ധമുള്ളതുമാണ്. അപ്പം ഈ ശുദ്ധജല തടാകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് കടലുമായിട്ട് ബന്ധമില്ലാത്തതാണ് ഈ 7 തടാകങ്ങൾ. അപ്പം ആകെ കായലുകൾ എന്താണ്? 34 കായലുകളാണ് കേരളത്തിൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? ഏതാണ്? പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? ഏതാണ്? വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം ഉള്ളത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ പൂക്കോട് തടാകമാണ് എന്ത്? ഇന്ത്യൻ മാപ്പുമായിട്ട് സാമ്യമുള്ളത്. ഏതാണ്? ഇന്ത്യൻ മാപ്പുമായിട്ട് സാമ്യമുള്ള തടാകം ആണ് ഏത്? പൂക്കോട് തടാകം. പൂക്കോട് തടാകം ഇന്ത്യൻ മാപ്പിന്റെ ആകൃതിയിലാണ് പൂക്കോട് തടാകം. പിന്നെ കേരളത്തിലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്തമായ ശുദ്ധജല തടാകവും ഏതാണ്? പൂക്കോട് തടാകം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? അത് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. എവിടെയാണ്? കാസർഗോഡ് ജില്ലയിൽ. എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ് മഞ്ചേശ്വരം പുഴ. കാസർഗോഡ്. ഇതിന്റെ നീളം എത്രയാണ്? നീളം എന്ന് പറയുന്നത് വെറും 16 കിലോമീറ്റർ ആണ്. ഏത്? ഈ ഒരു മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത്. ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലിയ നദി ഏതാണ്? പെരിയാറാണ് ഏറ്റവും വലിയ നദി. അതിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ് ഏതിന്റെ? പെരിയാർ നദിയുടെ നീളം. അപ്പം കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. മഞ്ചേശ്വരം പുഴയുടെ 16 കിലോമീറ്റർ ആണ് വരുന്നതെങ്കിൽ പെരിയാർ 244 കിലോമീറ്റർ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ് ശരിയായിട്ടുള്ള ഉത്തരം. എവിടെയാണ്? പാലക്കാടാണ് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. കറുത്ത മണ്ണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എന്തിനാണ്? കോട്ടൺ അല്ലെ? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഇത്, കറുത്ത മണ്ണ്. അത് കൂടുതലും കാണപ്പെടുന്ന എവിടെയാണ്? പാലക്കാട് ആണ് കേരളത്തിൽ കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞു, കല്ലട. ഏതാണ്? കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? പുന്നമട, വേമ്പനാട്, ശാസ്താംകോട്ട, അഷ്ടമുടിക്കായൽ. ഏതാണ്? തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ആലപ്പുഴയിലെ തണ്ണീർമുക്കത്തെയും കോട്ടയം ജില്ലയിലെ വെച്ചൂരിനെയും ആണ് ഈ ബണ്ട് ബന്ധിപ്പിക്കുന്നത്. എവിടേക്കാണ്? ആലപ്പുഴയിലെ തണ്ണീർമുക്കത്തെയും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ വെച്ചൂർ. ഏതാണ്? കോട്ടയം ജില്ലയിലെ വെച്ചൂരാണ്. വെച്ചൂരിനെയും ആണ് ഈ ഒരു ബണ്ട് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? തിരുവനന്തപുരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു.
ശരിയല്ലാത്തത് കണ്ടെത്തുക. കുറ്റ്യാടി കോഴിക്കോട് അല്ലെ, അത് ശരിയാണ്. ശബരിഗിരി പത്തനംതിട്ടയും ശരിയാണ്. ഷോളയാർ എവിടെയാണ്? തൃശ്ശൂർ, ശരിയാണ്. കല്ലട എവിടെയാണ്? കല്ലട കൊല്ലമാണ്. അപ്പൊ ഇതിലെ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്കൊന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. ഇതിലെ ശരിയല്ലാത്തത് ഓപ്ഷൻ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ഇതിൽ ആരായിരുന്നു? പണ്ട് വി ശിവൻകുട്ടിയായിരുന്നു. ഇപ്പൊ ആരാണ്? പുതിയത് ബിന്ദു കൃഷ്ണ. ആരാണ്? ബിന്ദു കൃഷ്ണയാണ് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി. ആരാണ്? ബിന്ദു കൃഷ്ണ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? 9 രാജ്യസഭാ സീറ്റാണ് എവിടെ ഉള്ളത്? കേരളത്തിൽ ഉള്ളത്. അടുത്തത്, കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? ആരാണ് കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ? ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് എന്ത്? കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ. എത്രാമത്തെ ഗവർണർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ? 23ാമത്തെ ഗവർണർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. എത്രാമത്തെയാണ്? 23ാമത്തെ കേരളത്തിലെ ഗവർണർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? പത്രപ്രവർത്തനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കാക്കനാട് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കാക്കനാട് എവിടെയാണ്? എറണാകുളം. കാക്കനാട് എന്ന് പറയുന്നത് എറണാകുളമാണ്. ഓക്കെ, എറണാകുളം. ഇനി ഇതിന്റെ പേര് നമ്മൾ കേരള പ്രസ് അക്കാദമിയുടെ ഇപ്പോഴത്തെ പേരെന്താണ്? കേരള മീഡിയ അക്കാദമി എന്നാണ്. കേരള മീഡിയ അക്കാദമി എന്നാണ് നിലവിലെ ഇപ്പോഴുള്ള പേര്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ KSSM നിൽ എത്ര അംഗങ്ങൾ ഉണ്ട്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളുണ്ട്? എത്രയാണ്? 15 അംഗങ്ങളാണ്. എവിടെ? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളാണ്? ആകെ 15 അംഗങ്ങളാണ് ഉള്ളത്. ഇതിന്റെ ചെയർമാൻ ആരാണ്? ചെയർമാൻ എന്ന് പറയുന്നത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ്. ആരാണ്? സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ് ഈ ഒരു കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ ചെയർമാൻ. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. ഓക്കെ, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ് KSSMന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പം ആരാണ്? നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആരാണ്? VE അബ്ദുൽ ഗഫൂർ. ആരാണ്? VE അബ്ദുൽ ഗഫൂർ ആണ് ഇപ്പൊ നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. അങ്ങനെയാണെങ്കിൽ വൈസ് ചെയർമാൻ ആരാണ്? സാമൂഹ്യനീതി വകുപ്പ് സെക്രട്ടറിയാണ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. അതാരാണ്? ഷർമിള മേരി ജോസഫ്. ഡോക്ടർ ഷർമിള മേരി ജോസഫ് ആണ് സാമൂഹ്യനീതി വകുപ്പ് സെക്രട്ടറി വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ആരാണ് റവന്യൂ വകുപ്പ് മന്ത്രി? നമ്മളുടെ AP അനിൽകുമാർ. AP അനിൽകുമാർ ആണ് റവന്യൂ വകുപ്പ് മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഏതാണ് കിദൂർ പക്ഷിഗ്രാമം? എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ് കിദൂർ പക്ഷിഗ്രാമം. ഏതാണ് ഗ്രാമപഞ്ചായത്ത്? കുമ്പള ഗ്രാമപഞ്ചായത്താണ്. എവിടെയാണ്? കുമ്പള ഗ്രാമപഞ്ചായത്ത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേര് എന്താണ്? eCube ആണ്. ഓക്കെ, eCube ആണ് ഇത്. എന്താണ് E എന്ന് പറയുന്നത്?
എൻജോയ്, എൻഹാൻസ്, എൻറിച്ച്. ഈ ക്യൂബ് എന്ന് പറയുന്നത് എൻജോയ്, എൻഹാൻസ്, എൻറിച്ച് ആണ്. ആസ്വദിക്കുക, മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ സമ്പുഷ്ടമാക്കുക എന്നതാണ് ഇതിൻ്റെ ഈ 3 എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ 2025 ചോദിച്ച കേരള PSC ചോദിച്ച കേരളം എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും അടുത്ത പാർട്ടുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.